ഇതിപ്പോൾ ഇങ്ങനെ നെയ്യുന്നത് വളവുണ്ടാവും. ആ വളവൊക്കെ തീർത്തിട്ട് വേണം നമുക്കത് ഇതിലേക്ക് വെക്കാൻ പാകത്തിനാക്കാൻ പറ്റുള്ളൂ. ഇത് വളഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത്. ഇത് നേരെയല്ലല്ലോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. അവിടെ നിന്ന് നോക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് അല്ലല്ലോ. നൂല് അവിടെ ചുറ്റി വെച്ചേക്കല്ലേ. ഈ പായ ആകുന്നതനുസരിച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ചുറ്റി വെക്കും. ഒരുപാട് ദിവസം നെയ്തെടുത്തൊരു പായാണ്, ഒരുപാട് കളറുണ്ട്. ഇത് നെയ്തതിന് ശേഷമുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സ് എന്താണെന്ന് കൂടി ചേച്ചിമാരോട് തന്നെ ചോദിക്കാം. ചേച്ചി ഇതെന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഞങ്ങൾ പായ പണി കഴിഞ്ഞിട്ട് കോട്ടൺ തീർക്കുകയാണ്. അടുപ്പിച്ച് കോട്ടൺ തീർത്ത് വളവൊക്കെ റെഡിയാക്കുകയാണ് ചെയ്യണത്. അതായത് നെയ്യുമ്പോൾ നമ്മൾ ഇത് പ്രയർ മാറ്റ് ആവുകൊണ്ട് 60 ഇഞ്ചിലാണ് നെയ്തെടുത്തേക്കണത്. അപ്പോൾ അത് നമുക്ക് പ്രയർ മാറ്റിൻ്റെ അളവ് 45 ഇഞ്ച്. അപ്പോൾ അതാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിച്ച് കോട്ടൺ തീർക്കുകയാണ് ചെയ്യണത്. ഈ ബെൻഡെല്ലാം നമ്മൾ നിവർത്തിയെടുക്കുകയാണല്ലേ? നിവർത്തിയെടുക്കുകയാണ് ചെയ്യണത്. അതായത് വളഞ്ഞ ഭാഗങ്ങളെല്ലാം നിവർത്തി കേടുവന്ന പുല്ലൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറ്റി എല്ലാ പണികളും ചെയ്യുക, ഫിനിഷിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. മുകളിലെ കൈയും അടിയിൽ അതുപോലെ കൈ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കൈ ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. വളരെയധികം ഫേമസ് ആയ കിള്ളിമംഗലം പുൽപ്പായയുടെ നിർമ്മാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഫുൾ വീഡിയോ കാണാം.